കൊച്ചി പേരണ്ടൂർ കനാലിലെ മാലിന്യ പ്രശ്നത്തിൽ കൊച്ചി കോർപ്പറേഷനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. വധശ്രമത്തിന് സമാനമായി ഇത്രയും മാലിന്യം തള്ളുന്നത് ആരാണെന്ന് കോടതി. മുഴുവൻ വീട്ടുമാലിന്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. മാലിന്യം തള്ളിയതിനെതിരെ എത്ര പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. അരൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചോദ്യങ്ങൾ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കീർത്തന, അപകടം ഉൾപ്പെടെ പരാമർശിച്ചാണ് കോടതി ഇന്ന് പേരണ്ടൂർ കനാലും അതോടൊപ്പം തന്നെ കൊച്ചിയിലെ മറ്റ് കനാലുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചത്. എവിടെ നിന്നാണ് കൊച്ചിയിലെ കനാലുകളിലേക്ക് ഇത്രയും അധികം മാലിന്യങ്ങൾ എത്തുന്നത് എന്ന് കോടതി ചോദിച്ചു. കോർപ്പറേഷൻ നൽകിയ വിശദീകരണം, തങ്ങൾ പറ്റുന്ന രീതിയിലെല്ലാം തന്നെ മാലിന്യം മാറ്റാനും അതോടൊപ്പം തന്നെ കനാൽ നവീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു വശത്തുകൂടി വീണ്ടും മാലിന്യങ്ങൾ വരികയാണ് എന്ന കോടതിയെ അറിയിച്ചു. കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് വധശ്രമത്തിന് തുല്യമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ലോകത്തൊരിടത്തും കൊച്ചിയിലെ പോലെ മാലിന്യങ്ങൾ കനാലിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാഹചര്യം കണ്ടിട്ടില്ല. അതൊരു വലിയ നാണക്കേടാണ്. എത്രയും പെട്ടെന്ന് മാലിന്യങ്ങൾ പൂർണ്ണമായി മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് പേരണ്ടൂർ കനാൽ പോലുള്ള സ്ഥലങ്ങൾ അത് മാലിന്യത്തിൽ മുങ്ങി കവിഞ്ഞൊഴുകിയാൽ കൊച്ചി നഗരം തന്നെ വെള്ളത്തിലാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് സംഭവിച്ചത് ജോയിയുടെ മരണം അതൊരു കണ്ണു തുറപ്പിക്കുന്ന സംഭവമായിരിക്കണം. പ്രത്യേകിച്ച് മാലിന്യ വിഷയത്തിൽ ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. പ്രത്യേകിച്ച് കൊച്ചിയിൽ അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാൻ ഒരു തരത്തിലുള്ള ഇടയുണ്ടാകരുതെന്നൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം വരും ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നടപടികളും കോർപ്പറേഷന്റെ ഭാഗത്ത് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കോടതിയെ അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കീർത്തന, ശരി, മാലിന്യ പ്രശ്നത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനോട് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. വധശ്രമത്തിന് സമാനമായി ഇത്രയും മാലിന്യം തള്ളുന്ന ആരാണെന്നും കോടതി. മുഴുവൻ വീട്ടുമാലിന്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും മാലിന്യം തള്ളിയതിനെതിരെ എത്ര പേർക്ക് കേസെടുത്തിട്ടുണ്ടെന്നും ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ ചോദിച്ചു. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.